സ്വതക്ക ജീവിതത്തിന്റെ ഭാഗമായി മാറട്ടെ. ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ, ചോദിച്ചു വന്നാൽ, യാചിച്ചു വന്നാൽ മാത്രമല്ല സ്വതക്ക ചെയ്യേണ്ടത്. ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം. ചോദിക്കുന്നവർക്ക് ഒരു വിഹിതമുണ്ട്, ചോദിക്കാതെ മാറി നിൽക്കുന്നവർക്കും ഒരു വിഹിതമുണ്ട്. നമ്മളെ വീട്ടിലേക്ക് ഒരു മാസം ഒരാളും ഒരു പിരിവിനും വന്നില്ല, ഒരു ഭിക്ഷക്കാരനും വന്നില്ല, ഒരു യാചകനും വന്നില്ല എങ്കിൽ ഞാനും നിങ്ങളും സ്വതക്ക ചെയ്യുമോ? നമ്മോട് ചോദിച്ചാൽ മതി. കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റണം. അപ്പുറത്തൊരാൾ പ്രയാസപ്പെടുന്നുണ്ട്, കുടുംബത്തിലൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇന്നൊരാൾക്ക് പ്രയാസമുണ്ട്, കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റണം. ചോദിച്ചു വന്നാലും കൊടുക്കണം, ചോദിക്കാത്തവനും കൊടുക്കണം. അതല്ലേ മിസ്കീനിന്റെ ഭക്ഷണത്തിന് അവൻ പ്രോത്സാഹനം നൽകിയിരുന്നില്ല. ഭക്ഷണം കൊടുത്തില്ല എന്നല്ല അല്ലാഹ് പറഞ്ഞത്, ഭക്ഷണത്തിന് പ്രോത്സാഹനം നൽകിയില്ല എന്ന്. ഭക്ഷണം കൊടുക്കാൻ എല്ലാവർക്കും പറ്റിക്കോളുന്നില്ല, ഭക്ഷണത്തിന് പ്രോത്സാഹിപ്പിക്കാനോ എല്ലാവർക്കും പറ്റും. നാട്ടിലൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ മുന്നിൽ പേര് എല്ലാവരും കൂടുക, അയാളെ പ്രശ്നം തീർത്തു കൊടുക്കണമല്ലോ. എല്ലാം കൂടെ കൂടി നാലാളോട് പറഞ്ഞ് എല്ലാം കൂടെ ഒന്ന് അതിലേക്ക് ഒത്തൊരുമിച്ച് എല്ലാവരും കൊടുത്തു, അയാളെ പ്രശ്നം തീർന്നു. അൽഹംദുലില്ലാഹ്. അങ്ങനെ ആളുകൾക്ക് അത്താണിയായി മാറാൻ നമുക്ക് പറ്റണം. ബുദ്ധിമുട്ടിക്കുന്നവന്റെ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ് സഹായിക്കുവാൻ, പ്രയാസപ്പെടുന്നവനെ ഏറ്റെടുക്കുവാൻ, ഇല്ലാത്തവന് വേണ്ടി സമ്പാദിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. ചോദിച്ചു വന്നാൽ മാത്രമല്ല, പലരും ഗേറ്റും എഴുതി വെക്കുക, ഭിക്ഷക്കാർക്ക് പ്രവേശനമില്ല. എത്ര വലിയ ധിക്കാരമാണ് സഹോദരന്മാർ. എന്താ ന്യായം? വരുന്ന പലരും തട്ടിപ്പാണ്, ഒരു പറ്റിക്കാണ്, നുണ പറയാണ്. ആയിക്കോട്ടെ, ഒരു പറ്റിച്ചാൽ നമുക്ക് ലാഭം വേറെന്താ? ഓമെന്ന് കളവ് പറഞ്ഞ് പറ്റിച്ച് നമ്മളെ പൈസയും വാങ്ങി പോയി വിചാരിക്കുക, ഇരട്ടി ലാഭം കിട്ടുന്നത് വേറെന്താ ഉള്ളത്? സഹോദരങ്ങളെ, തിരിച്ചറിവുണ്ടാവണം, കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകണം. ഒരു തണൽ വൃക്ഷമായി എല്ലാവർക്കും നന്മ ചെയ്യുന്ന, എല്ലാവർക്കും ഖൈർ നൽകുന്ന, നാട്ടിലെ എല്ലാവർക്കും നന്മകൾ മാത്രം ചെയ്യുന്ന നന്മ വൃക്ഷങ്ങളായി മാറാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.